ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥ എന്ന് പറയുന്നത് അബിയും നീതുവും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന്റെ ബാക്കി കഥയാണ് കേട്ടോ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്ത് അഭിപ്രായമാണെങ്കിലും അത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ, മുഷിപ്പിക്കാതെ. ഞാൻ വീടിന്റെ ഉമ്മറത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതുവരെയും പോയ അബിയെ കാണുന്നില്ല. എത്ര നേരമായി അവൻ പോയിട്ട്? ഷോപ്പിംഗ് പർച്ചേസ് എന്ന് പറഞ്ഞ് പോയതാണ്. എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ നോക്കി നോക്കി ആളെ ഇരിക്കുകയായിരുന്നു. ആള് ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല. ഛേ, എന്ത് ചെറുക്കനാണ് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ട് ആകെ തളർന്നു വാടി ആ ചെക്കൻ വരുന്നുണ്ട്. നന്നായിട്ട് വിയർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചൂടിൻ്റെയാണ് ഇങ്ങനെ വിയർക്കാൻ. പെട്ടെന്ന് ഞാൻ അവനെ കണ്ട സമയത്ത് തന്നെ ചോദിച്ചു, ഈ ഉച്ച സമയത്ത് തന്നെ പോകണമായിരുന്നു എൻ്റെ കുട്ട. നിനക്ക് വൈകുന്നേരം എപ്പോഴെങ്കിലും ആയി കഴിഞ്ഞിട്ട് എന്നിട്ട് പർച്ചേസിന് പൊക്കൂടായിരുന്നോ? ഇപ്പോൾ ആകെപ്പാടെ ക്ഷീണിച്ചല്ലോ എന്ന് പറയുമ്പോൾ, അത് കുഴപ്പമില്ലെന്ന് നീതി ചേച്ചി, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാണ് എന്ന് മാത്രം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് അവൻ്റെ രണ്ട് കയ്യിലും രണ്ട് കവറുണ്ടായിരുന്നു. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു കൂമ്പാര സാധനങ്ങൾ. എന്താണ് ഇവ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്? അവന് വേണ്ടിയിട്ട് വല്ലതും ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി, ചേച്ചിക്കൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചേച്ചി കാണണം കേട്ടോ എന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കെന്താടാ സർപ്രൈസ് എന്ന് ഞാൻ ഒരാകാംക്ഷയോടെ ചോദിക്കുന്ന സമയത്ത് അവൻ ആ കവറിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ടു. കുറേയധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതും ലേഡീസിൻ്റെ ഡ്രസ്സാണ്. ഇത് ആർക്ക് വാങ്ങിച്ചാ നീ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ എന്നെ ഒരു നോട്ടം, ശേഷം എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, ഞാനിത് മറ്റാർക്കും വഹിക്കാനാണ് ചേച്ചി. എനിക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയെടുത്ത് ഞാൻ പറയത്തില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, അല്ല, ഞാനിത് ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ഇത്രയും സാധനങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, അതേ ചേച്ചി, ചേച്ചിക്ക് വേണ്ടി മാത്രം വായിച്ചാണ്. ഇത് ചേച്ചി ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണാൻ എനിക്കൊരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. അപ്പോൾ തന്നെ ഞാൻ കവറിലെ ഓരോ ഡ്രസ്സും എടുത്ത് നോക്കി. ഒരുപാട് മോഡേൺ ആയിട്ടുള്ള, ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. എടാ, ഇതൊന്നും ഞാൻ ഇടാറില്ല. ഗിരിയേട്ടനെങ്കിലും ഞാനിതിട്ട് അങ്ങനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പൊറുതിയില്ല. എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുമല്ലോ എന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഗിരീട്ടനുള്ള സമയത്ത് ചേച്ചി ഇടണ്ട. ഇവിടെ ഏകദേശം ഒരു 90% ഗിരീട്ടൻ പുറത്ത് തന്നെയല്ലേ. പിന്നെന്തിനാ ചേച്ചി പേടിക്കേണ്ട ആവശ്യം? ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നേ, അതൊക്കെ ചേച്ചിയുടെ അവകാശങ്ങളല്ലേ, അതൊരു റൈറ്റ്സ് ആണ് ചേച്ചി. അതൊക്കെ ഈ ഒരു സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇപ്പോഴാണ് ചേച്ചി. അവനത് കൂടെ കൂടെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എടാ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നമാകും, ഇതൊന്നും വേണ്ട എൻ്റെ കുട്ട എന്ന് പറയുമ്പോൾ അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് ഒന്നും കാണത്തില്ല കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ ചേച്ചി അടുത്ത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് നിർബന്ധിച്ച് എൻ്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിച്ചു. ആ നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ അമ്പരം നിന്ന് എൻ്റെ അടുത്ത് അവൻ എന്നെ തള്ളി മുറിയിലോട്ടാക്കി. ശേഷം എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും അതൊക്കെ ഇട്ടിട്ട് വാ, നമുക്ക് നോക്കാം കൊള്ളാവോ ഇല്ലയെന്ന്. കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചേച്ചി ഇടണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും മാറി വാങ്ങിക്കാം. കൊള്ളാം എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ഇത് കണ്ടിന്യൂ ചെയ്തോ. ഏതായാലും എനിക്കിതൊക്കെ ഇട്ടൊന്ന് കാണണം, അത് ഒരു വാങ്ങിച്ചുകൊണ്ട് വന്ന എൻ്റെ ഒരു അവകാശമല്ലേ എന്നവൻ എൻ്റെ അടുത്ത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് അകത്തേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഏതായാലും അവൻ വാങ്ങിച്ചുകൊണ്ടുവന്ന പുതിയ ഡ്രസ്സും കാര്യങ്ങളും അല്ലേ, ഒരു കാര്യം ചെയ്യാം, ഒന്ന് കുളിച്ചിട്ട് അതിനുശേഷം ഇട്ട് നോക്കാം, അതാണ് കുറച്ചുകൂടെ നല്ലത് എന്നെനിക്ക് തോന്നി. ഇപ്പോഴാണെങ്കിൽ ആകെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അവിടേക്ക് വന്ന് കയറി, ചേച്ചി ഇതുവരെ മാറിയില്ലേ, ഞാൻ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എടാ, ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം അലമ്പാവും, നമുക്കെന്തെങ്കിലും ഒരു എക്സ്ചേഞ്ച് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മുഷിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യ്, പോയി കുളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതാ, പിന്നെ ഡ്രസ്സ് എന്തെങ്കിലും അലക്കാനുണ്ടെങ്കിൽ ഞാൻ എടുത്ത് തന്നേരെ, ഞാൻ കൊണ്ടുപോയി അലക്കി കൊണ്ടുവരാം എന്ന് അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് വേറെ ഒന്നുമില്ലടാ, ഇനി ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ തലയാട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ അവൻ തിരിച്ചു വന്നിട്ട്, ചേച്ചി ടവൽ എടുത്തിട്ടില്ലല്ലോ, എന്നാ ടവൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ടവൽ കൊണ്ട് തന്നു. പെട്ടെന്ന് ആ നിമിഷം തന്നെ ഞാൻ ചിന്തിച്ചു, എന്തൊരു കെയറിങ് ആണ് ഈ ചെക്കന്. ആർക്കുമില്ലാത്ത, ആരും ഇതുവരെ കാണിച്ചിട്ടില്ലാത്തൊരു കെയറിങ് കാര്യങ്ങളാണ് അവൻ എന്നോട് കാണിക്കുന്നത്. അപ്പം തന്നെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഒരു പുഞ്ചിരിയോടുകൂടി ഞാൻ കുളിക്കാനായി കയറുന്ന സമയത്ത് തന്നെ ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം ഞാൻ ആ ഒരു മുറിയിൽ വാരിയിട്ടു. അങ്ങനെ ആ തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ചിറങ്ങിയ സമയത്ത് തന്നെ എൻ്റെ തലയൊന്ന് ഫ്രഷായി. എന്തോ വല്ലാത്തൊരു ഫീല് തന്നെ. ഇത്രയും നേരം ജോലി ചെയ്തിട്ട് ഒരു തണുപ്പ് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നോക്കി. ഞാൻ മാറ്റി വെച്ചിരുന്ന എൻ്റെ പഴയ ഡ്രസ്സുകൾ അവിടെ കാണുന്നില്ല. ചേട്ടാ ഇതെവിടെ പോയി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ അവിടേക്ക് വന്നു. ചേച്ചി അതെല്ലാം ഞാൻ അലക്കാൻ കൊണ്ടിട്ടോ, ആ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചൊക്കെയാണ് എല്ലാം. അപ്പം തന്നെ ഞാൻ ഒരു അതിശയത്തോട് ചോദിച്ചു, എല്ലാം നീ എടുത്തുകൊണ്ട് പോയോ? ആ ചേച്ചി, എല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോയായിരുന്നു. പിന്നെ അമ്മാവൻ പ്രത്യേകം പറഞ്ഞാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന്. അത് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് അവനോട് ഒരു അഭിമാനം തോന്നി. എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ചെയ്യുന്നു, എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ശേഷം അവൻ്റെ തോളിൽ തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, എടാ നീ ഇത്രയും പാവമാകാൻ പാടില്ല കേട്ടോ, കുറച്ച് ആക്റ്റീവായിട്ട് കുറച്ച് സ്മാർട്ടായിരിക്കണം. നീ ഓൾറെഡി സ്മാർട്ടൊക്കെ തന്നെയാണ്, പക്ഷെ നീ കുറച്ച് പാവമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് ഓപ്പണായിട്ട് തന്നെ നിൻ്റെ അടുത്ത് പറയാം. ഞാനത് പറയുന്ന സമയത്ത് അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചിയെടുത്ത് ഞാൻ ഇച്ചിരി പാവമായില്ലെങ്കിൽ പിന്നെ ആരോടെ ഞാൻ പാവാവാ? എനിക്ക് ചേച്ചി മാത്രമല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാനും അതേ കണക്ക് കാണിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ നല്ലൊരു കൊച്ചാണ് എന്ന് ഞാൻ തിരിച്ചു മറുപടി പറയുകയും ചെയ്തു. ചേച്ചി അതും ഇതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കിയേ, ഇതിപ്പോൾ കുറേ നേരമായി കേട്ടോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് അവനൊന്ന് ദേഷ്യപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. എടാ ചെക്ക, നീ ഇങ്ങനെ വളരെ പതറരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ശേഷം അവൻ പറഞ്ഞ കണക്ക് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്ക് ഇഷ്ടമുള്ള കണക്ക് മുടിയും ചീകി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞതുപോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. ഷോ, ഇതിന് ഇത്രയും മാറ്റം ഉണ്ടായിരുന്നോ? ഓ, എന്താ രസം എന്നെ കാണാൻ എന്ന് തന്നെ ഞാൻ സ്വയം ചിന്തിച്ചു. കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സുഖം. എന്താണ്, നല്ല ഭംഗി തോന്നുന്നുണ്ട് എനിക്ക്. ഇങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി. അതായിരുന്നു ആ ഒരു മാജിക്ക്. ഞാൻ ആ നിമിഷം തന്നെ അവനോടായിട്ട് തന്നെ പറഞ്ഞു, എടാ ഇത് സൂപ്പറാണ് കേട്ടോ, പക്ഷേ ഇത് ഇട്ടുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാവും, നമ്മുടെ ഈ നാട്ടുപ്രദേശമല്ലേ എന്ന് തന്നെ പറഞ്ഞു. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഈ ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമാണ് കാണുന്നത്. അപ്പം തന്നെ ചേച്ചി ഇങ്ങനെ മടി പിടിച്ചിരുന്നാലോ, നമ്മൾ നാടോടുന്ന സമയത്ത് നടുവേ ഓടണം, അതല്ലേ പറയാറുള്ളത് എന്നവൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ, നമ്മുടെ നാട് അത്ര ശരിയൊന്നുമല്ല എൻ്റെ മോനെ. പരദൂഷണം പറയാനും കാര്യങ്ങൾക്കൊക്കെ അത് നന്നായിട്ട് തന്നെ നമ്മുടെ നാട് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചേച്ചിക്ക് എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എന്നാൽ ചേച്ചിക്ക് ഇവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർക്ക് പോവാം, അവിടെ ഒരു ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാം, പിന്നെ ചേച്ചിയുടെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. ഗിരിയേട്ടൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അവർ അവരുടെ കാര്യങ്ങൾക്ക് നോക്കി ജീവിക്കല്ലേ. അപ്പം ചേച്ചി മാത്രം ഇങ്ങനെ തനിച്ചായി ഇങ്ങനെ ജീവിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം തന്നെ ആകെയുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇപ്പം ബാംഗ്ലൂർ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളും നോക്കാം, പിന്നെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ലൈഫ് സെറ്റായിട്ട് പോകും. പിന്നെ അത്യാവശ്യം ആ ഒരു സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിലും പിന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോയാൽ മതിയല്ലോ. അതല്ലേ ചേച്ചി നല്ലത്? വെറുതെ ഇങ്ങനെ ഇവിടെ നിന്ന് ജീവിതം തുലയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ എന്നവൻ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. ആ നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ഇഷ്ടം തോന്നുന്നുണ്ട്, പക്ഷേ ഇതൊന്നും നടപ്പാവുന്ന കാര്യമൊന്നുമല്ല മോനെ. പിന്നെ നിന്റെ അമ്മാവനെ തന്നെ നിനക്കറിയാലോ, എന്നെ ഇവിടെ ഇങ്ങോട്ട് കെട്ടിച്ചുകൊണ്ട് വന്നത് അങ്ങേര് ഈ അടുക്കളയിൽ കൊണ്ടിടാനാണെന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു. പിന്നെ എൻ്റെ ഒരു വിധി അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നാണെന്നുണ്ടെങ്കിൽ ഗിരിയേട്ടൻ്റെ കാര്യം, അതിനി ഭർത്താവാണോ അതോ ഈ വീട്ടിലെ കാവൽക്കാരനാണോ എന്നൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആ, ഞങ്ങളുടെ ലൈഫ് അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു. പിന്നെ നീയെങ്കിലും പോയി രക്ഷപ്പെട്, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സെറ്റായി പോകും. പിന്നെ എപ്പോഴാണെങ്കിലും ചേച്ചി മറക്കണ്ട എന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു.
ആ സമയത്ത് തന്നെ അവൻ എന്നെയും പിടിച്ചോണ്ട് കണ്ണാടിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. ചേച്ചി ഒന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയുണ്ട് ഇപ്പം ചേച്ചിയെ കാണാൻ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും നോക്കിയടാ, നല്ല ഭംഗിയുണ്ട് ഇപ്പം കാണാൻ. ഏതായാലും ഈ ഡ്രസ്സൊന്നും ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണ്ട, അത് ഞാൻ എന്തെങ്കിലും ഊരി വെക്കാണ്, അലമാരയിലിരുന്നോട്ടെ. എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇടാലോ. ഗിരിയേട്ടനൊന്നും കാണാത്ത സ്പേസ് വെച്ചേക്കാം, അതാകുമ്പം അത് സീക്രട്ടായിട്ട് തന്നെ ഇരുന്നോളും എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ തന്നെ അവൻ ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല കമ്പനിയായിട്ട് പുറത്തു പോയി അങ്ങനെ ഇരുന്നു. ആ ഒരു സമയത്തായിരുന്നു മുറ്റത്ത് മാവിൻ ചോട്ടിൽ ഒരു ചെറിയ മാമ്പഴം വീണത്. അത് നല്ലപോലെ മധുരിക്കുന്ന മാമ്പഴമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അതിന് ഉറിച്ചിമാങ്ങ എന്ന് പറയും. നല്ല ചെറിയ മധുരമുള്ള മാമ്പഴമായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നു അവന് തന്നെ കൊടുത്തു. പെട്ടെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്താ പൂളുന്നില്ലേ? കട്ട് പീസ് പീസ് ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ കഴിക്കുന്ന മാങ്ങയിലടത്, ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പീസാക്കി കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് അതിന് നീര് കുടിക്കുന്നതാണ്, അതിനാണ് നല്ലത്. പക്ഷേ നോക്കി വേണം ചെയ്യാനൊക്കെ, ഷട്ടിലൊന്നും കറയാക്കി മാറ്റരുത്, അല്ലെന്നുണ്ടെങ്കിൽ നീ വല്ല തോർത്തോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടിട്ട് അങ്ങോട്ട് കുടിച്ചാൽ മതി എന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ചേച്ചി, ഞാനിതൊന്നും കണ്ടിട്ട് പോലുമില്ല. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മാങ്ങ വീണ് കഴിഞ്ഞാൽ അതൊന്ന് കഴുകിയിട്ട് പിന്നെ ചെത്തിപ്പൊളിയാണ് കഴിക്കാറ്. ആ ഒരു രീതിയിലാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ചേച്ചി എങ്ങനെയാണെന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല, ഒന്ന് കാണിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അവന് കാണിച്ചു കൊടുത്തു. ദേ, ഈ നടുഭാഗം കണ്ടോ, അവിടെ ജസ്റ്റ് ഇങ്ങനെ കടിച്ചാൽ മതി, അപ്പോൾ തന്നെ നീര് പുറത്തേക്ക് വരും. ആ നീരാണെന്നുണ്ടെങ്കിൽ കുടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഈ മാമ്പഴത്തിൻ്റെ കാര്യം. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാമ്പഴമായിരുന്നു അത്. പക്ഷേ ആ സമയത്ത് അവൻ എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, ഞാൻ ആ മാമ്പഴം മുഴുവൻ അവനെടുത്ത് കൊടുത്തു. ഞാൻ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചതിന് ശേഷം അവനത് അതേപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആളോക്കെ. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി, ചേച്ചി പറഞ്ഞത് കാര്യമാണ്. നമ്മൾ ഈ കട്ട് ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ കഴിക്കുന്നതാണ്, അതിനൊരു സ്വാദ് കൂടും. നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ കഴിക്കുന്ന പോലെ കണ്ണിമാങ്ങ കഴിക്കുന്ന ഒരു ഫീല്, അത് തന്നെയല്ലേ ചേച്ചി ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ കുഞ്ഞു പ്രായത്തിലാണെങ്കിൽ അവിടെ ഒരു കാവുണ്ട്, അവിടെ പോയി കഴിയുന്ന സമയത്ത് ഈ ഒരു മാങ്ങയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അത് പറക്കിക്കൊണ്ട് വന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. അന്ന് മുളപ്പിച്ച സാധനമായിരുന്നു ഈ മാവായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു മാമ്പഴമാണ് നീ ഇപ്പം കഴിക്കുന്നതുമല്ല, അത് തന്നെയാണ് കാര്യം എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. ഓ ഗ്രേറ്റ്, അടിപൊളി ചേച്ചി. അങ്ങനെ ഒരു സമയം കൊണ്ട് തന്നെ ആ മാമ്പഴം മുഴുവൻ അവൻ ഒരു നിമിഷം കൊണ്ട് കഴിച്ചു തീർത്തു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ് ഇല്ലേ എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, അതെ ചേച്ചി, നല്ലൊരു വെറൈറ്റി ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു എൻ്റെ അടുത്ത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ്, അപ്പം ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്, അതൊക്കെ നീ മറന്നു വെക്കാണ്ടിരിക്കാൻ മതി എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഏതായാലും നീ വന്നതല്ലേ ഉള്ളൂ, നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് നീ. ഒരു കാര്യം ചെയ്യ്, നേരെ ഏതോ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. അവിടെ ആണെങ്കിൽ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്, ഇന്നലെ ചെറിയ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്, നീ ഒന്ന് കുളിച്ചോ, നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുമ്പോൾ അവനാണെങ്കിൽ മടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്താണ് ചെക്ക നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്, നിനക്ക് അങ്ങനെ ഒരു ഫീലേ ഇല്ലായിരുന്നല്ലോ. മടി പിടിക്കുക എന്ന് പറയുന്നത് നിന്റെ നിഘണ്ടുവിലില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ മടി പിടിക്കാനൊന്നും പാടില്ല. ഈ ഒരു കാര്യത്തിൽ സ്വന്തം കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യണം. അപ്പം തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇപ്പം എനിക്ക് കുളിക്കാനൊരു മൂഡൊന്നുമില്ല, അത് വരുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പൊക്കോളാം, ഇപ്പം ഞാൻ ചേച്ചിയായിട്ട് ഇന്ന് സംസാരിക്കല്ലേ, അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോവാം, അതല്ലേ നല്ലത് എന്ന് അവൻ പറയുന്ന സമയത്ത്, എന്നാൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ നീ ഇവിടെ ഇരുന്നു, എനിക്കെന്താ എന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഞാൻ പറയുന്ന സമയത്ത് തന്നെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി എപ്പോഴും ഒരു ഫണ്ണാണ്, എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മാവൻ വന്ന് കയറുന്നത്. അവിടുന്ന് ഒരു കാലം കൂടെയായിട്ട് ആളിങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ മുറ്റത്തെത്തിയ സമയത്ത് തന്നെ അവൻ എന്നെ ഞോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, ദേ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് നോക്കി. ഇനി അങ്ങേരെ സഹിക്കണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഡേ ഇവനെങ്ങനെയുണ്ട് മോനെ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അമ്മാവ ഓക്കെയാണ്, ആളിപ്പം നന്നായിട്ടെല്ലാം പഠിച്ചു വരുന്നുണ്ട്, ജോലിയൊക്കെ അവൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അതേ അമ്മാവ, എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ചെയ്യുന്നത്, അവൻ പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ പോകുന്നുമുണ്ട്,
അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു. ശരിക്കും അവൻ ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ജോലി നോക്കാം എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്തത്. അവനെ ജോലിക്ക് കൊണ്ടുപോകാനും ജോലിക്ക് ഇവിടുന്ന് പോകാനും വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയത്. പിന്നെ ഗിരിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അപ്പുറത്തേക്കാണെങ്കിൽ കള്ളുകുടിയന്മാരുടെ ശല്യമുണ്ട്. അതുകൊണ്ടാണ് അവനെ ഇവിടെ നിർത്തിയേക്കുന്നത്. ഇപ്പോൾ അവൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനെയും പിടിച്ചുകൊണ്ട് അമ്മാവനങ്ങ് പോകും. പിന്നെ എനിക്ക് മിണ്ടാനും പറയാനും ഒറ്റ മനുഷ്യന്മാരില്ലാത്തൊരവസ്ഥയായി പോകും. ശരിക്കും ചില സമയത്ത് എനിക്ക് തോന്നും ഈ വീടൊരു ജയിൽ പോലെയാണെന്ന്. കിടക്കുന്നു, ഉറങ്ങുന്നു, ഇരിക്കുന്നു, ഒന്ന് മുറ്റം വന്ന് നടക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ ജീവിതം. പിന്നെ ആ ഒരു ജംഗ്ഷൻ വരെ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കണം. അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പം ഏകദേശം ഇവൻ വന്നതിന് ശേഷം ഇത്രയും വ്യത്യസ്തമായത്. രാഹുൽ എപ്പോഴും എനിക്ക് രാവിലെ അനുഗ്രഹം മാത്രമാണ് എന്നെനിക്ക് തോന്നിപ്പോയി. ഞാൻ ആ നിമിഷം തന്നെ അമ്മാവനോട് ചോദിച്ചു, അമ്മാവൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് തന്നെ അന്നേരം മറുപടി പറഞ്ഞു, ഇല്ല മോളെ, ഞാൻ കഴിച്ചിട്ടല്ല വന്നത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എടുത്തു വെക്കാം. പിന്നെ ഊണ് കാലം ആവുന്നതല്ലേ ഉള്ളൂ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടമ്മാവ. അതുകൊണ്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കൂ എന്ന് പറയുമ്പോൾ അമ്മാവൻ അകത്തേക്ക് വന്നു. ഞാനും അവനും ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവൻ എൻ്റെ ചെവിയിൽ വന്നിട്ട് ചോദിച്ചു, ഈ സാധനം എപ്പോഴാണ് ഇനി പോവുക, ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്ന് സഹിക്ക്, കുറച്ച് സമയം കാണത്തോണ്ടായിരിക്കും, ഇന്നിവിടെ നിൽക്കാനൊന്നും പ്ലാൻ കാണത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്കാണ്. കാരണം അവൻ ജോലിക്ക് പോകുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അവിടെ എല്ലാം അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം അമ്മാവനെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കി. അപ്പോൾ തന്നെ ഞാൻ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മാവ, ഇന്നിവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ, ഇവിടെ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അമ്മാവൻ പറഞ്ഞു, എനിക്കറിയാം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും അമ്മാവനെ പറഞ്ഞു വിടണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പഠിച്ച പണി 18 നോക്കുമ്പോഴും അമ്മാവൻ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അങ്ങനെ ഉച്ചയൂണായ സമയത്ത് ഞാൻ ഉച്ചയൂണിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. അമ്മാവനാണെന്നുണ്ടെങ്കിൽ എല്ലാ കറികളും ഒന്നും കൊടുത്തില്ല. കാരണം ഇവിടുത്തെ ടേസ്റ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അപ്പം എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അമ്മാവനെടുത്ത് കൊടുത്തതുള്ളൂ. അപ്പം തന്നെ അമ്മാവന് ആ ഒരു കാര്യം കത്തി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഊണും കഴിഞ്ഞിട്ട് ആള് ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ ഇവിടെ മുറുക്കാനൊന്നുമില്ലേ? ഞാൻ ആ സമയത്ത് അങ്ങോട്ട് ചെന്നതിന് ശേഷം ഒരു പാക്കും വെറ്റിലയും അതെല്ലാം എടുത്തു കൊടുത്തു. അമ്മാവൻ അത് എടുത്തുകൊണ്ട് അവിടെ നിന്ന് മുറുക്കാണ്. അമ്മാവൻ അവിടെ ചാരുകസേരയിലിരിക്കുന്ന സമയത്തും ഞാൻ ആ വാതിലിൻ്റെ അടിയിൽ വന്ന് നിൽപ്പുണ്ട്. ഇങ്ങനെ എപ്പോഴാണോ ദൈവം പോകുക എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ സമയത്ത് അവനും എൻ്റെ അടുത്ത് വാതിലിൻ്റെ അടിയിൽ വന്ന് നിന്നു. ചിലപ്പോൾ ഇപ്പം ഇറങ്ങുമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അവൻ എൻ്റെ കയ്യിലൊന്ന് നോണ്ടി, പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യ്, നോക്കാം നമുക്ക് എന്നെ ചെവിയിൽ അവൻ്റെ അടുത്ത് പറഞ്ഞു രഹസ്യമായിട്ട്. അപ്പോൾ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആളൊന്ന് എഴുന്നേറ്റു. എന്നാ മോളെ, ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ, അവിടെ എരുത്തിലാണെന്നുണ്ടെങ്കിൽ പശുക്കൾക്ക് കാടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്, അതിങ്ങനെ പെൻഡിങ് ആണ്. ഇവനെയും കൊണ്ടുപോയായിരുന്നെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നില്ല എന്ന് അമ്മാവൻ പറഞ്ഞുകൊണ്ട് പുറത്തോട്ടിറങ്ങി. ഞാൻ ആ സമയം അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവനെയാണെന്നുണ്ടെങ്കിൽ ആ വെറുതെ എരുത്തിൽ കൊണ്ടിട്ട് എരുമകളുടെയും പശുക്കളുടെയും കൂടെ കൊണ്ടുക്കിടാനുള്ള പരിപാടിയാണ്. ഈ കളവനെ കൊണ്ട് തോറ്റു എന്ന് തന്നെ ഞാനും മനസ്സിൽ പറഞ്ഞു. വെറുതെ നല്ലൊരു ചെക്കൻ്റെ ഭാവി തുലയ്ക്കാനായിട്ട് ഇങ്ങനെ പറയും അമ്മാവന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. കിരീട്ടൻ്റെ അമ്മാവനാണ്, ഒന്നും പറയാൻ പറ്റില്ല, അതാണ് അവസ്ഥ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഓ, ശല്യം പോയല്ലോ ചേച്ചി, ഇനിയിപ്പോൾ നമുക്ക് സംസാരിച്ചിരിക്കാനും എല്ലാത്തിനും കുഴപ്പമായിരുന്നേനെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇനിയിപ്പം നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ലടാ, അതൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ ഡ്രസ്സും കാര്യങ്ങളും ഏതായാലും സൂപ്പറായിരുന്നുണ്ട്, ഇത് മാറിയിട്ടത് നന്നായി, അങ്ങനെ വന്ന സമയത്ത് അങ്ങനെ കണ്ടു കഴിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ പണി കിട്ടിയേനെ. ആ, ഏതായാലും നന്നായടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. എനിക്കാണെന്നുണ്ടെങ്കിൽ അകത്ത് ചൂടടിച്ചിട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിപ്പം കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ, ഇനിയും പോയി കുളിക്കണം, പിന്നെ അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ എന്തോ വേവുന്നുണ്ടായിരുന്നു. ആ സമയത്തിനെ ഞാൻ അവിടെ ചെന്ന് നോക്കി. തീ കത്തിച്ചിട്ടേക്കാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കത്തില്ല.
പിന്നെ അവനുണ്ടായോണ്ട് എന്തിനും ഒരു തുണയുണ്ട്. ആ ഒരു കാര്യം ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു. എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവൻ ചെയ്യും. അത് രാഹുലിൻ്റെ ഒരു പെരുമാറ്റ രീതിയും പിന്നെ അവന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചെയ്യുന്ന ഒരാളാണല്ലോ നമുക്കെപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞാൻ അവനെ വിളിക്കുകയുണ്ടായി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഞാനങ്ങനെ വിളിച്ചു അവനെ, രാഹുലെ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി വീണ്ടും നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ.